ഹലോ, അല്ല, പോലീസ് സ്റ്റേഷൻ അല്ല, ഇത് ಕಂಫರ್ಟ್ ಸ್ಟೇಷನ್. ಈ ಪತ್ರಕಾರ ಕೊಂಡು ತೋಟು. ಈಗ ನಿಮ್ಮನೆ ಬಿಡ್ತುವೆ, ಆದರೆ ಇಷ್ಟಕ್ಕೋ ಮುಗಿದು ಅಂತ ತಿಳ್ಕೋಬೇಡಿ. പൊയ്ക്കോ. ഓടാ, നാളെ രാവിലെ കൃത്യം 9 മണിക്ക് ഇവിടെ എത്തിക്കണം. അല്ലെങ്കിൽ ഈ ചൂന്താണി വിരൽ പൊക്കിളി കൂടെ കയറ്റി അപ്പുറത്തെടുക്കുന്ന ഒരു പ്രയോഗം ഉണ്ട്. ആരാണ് സാറിന് അറിയാലോ? പോകിലി. ഇനി എന്തിനാടാ ഇവനെയൊക്കെ പേടിക്കുന്നത്? ധൈര്യമായിട്ട് പോ. പോടാ. ആ പിന്നെ ലോക്കോപ്പിൽ ഇത്തിരി സൗകര്യങ്ങൾ കുറവാ. അത്യാവശ്യം 1നോ 2നോ പോണെങ്കിൽ ആ മൂലയ്ക്ക് 2 കൊച്ചു കുടം വെച്ചിട്ടുണ്ട്. ചേട്ടനും അനിയനും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞെന്ന് അങ്ങ് സാധിച്ചാൽ മതി. പക്ഷേ താഴെയും ഒരു തുള്ളി വീഴരുത്. ಸರ್, ಒಂದು ವಿಷಯ ಸರ್, ಒಂದು ಕೇಳಬೇಕು ಸರ್. ಹೋಮ್ ಮಿನಿಸ್ಟರ್. Well done, well done. You have done a fantastic job, Inspector. Thank you, sir. No. It's for me to thank you. Actually, I was on my way to Mysore, but I thought I should personally drop in and congratulate you. Hope you got clinching evidence to nail these 2 fellows, okay? Sir. Good work. Keep it up. നമസ്കാര. ബെയിൽ ആപ്ലിക്കേഷൻ സാർ. ബെയിലാ? അവങ്ങൾക്കാ? കൊട. കഷ്ടം. ആനാ law is law. നമ്മളാലെ തടുക്ക മുടിയാതെ. We are helpless. I'm afraid this is valid. Come on, release them. Sir. No. Don't feel dejected. Onga kaiyilum law irukku. Give bail now. Take them to court later. Come on. Okay? ஜெயசங்கர். ஒரு 2 எழுத்த மாத்தி எழுதிட்டா ஜெயசிங்கம். சிங்கம் தான்பா. பாருபா, நம்ம விஷயத்துல அந்த பனிஷ்மெண்ட், சஸ்பென்ஷன், டிரான்ஸ்பர் எதுவும் கிடையாது. நீங்க தான் இருக்கணும், நம்ம பக்கத்திலேயே இருக்கணும். எப்படி? அதுதான் எனக்கு தேவை. டேய் தம்பி, வாடா. ಗೌಡನ ಯಾಕೆ ಬಿಟ್ಟದು? ನಿನ್ನ ಅಭಿಪ್ರಾಯ ಸರ್? ಪೊಲೀಸ್ ಏನು ಮಾಡಿದ್ರು ಸರ್? ಗೌಡ್ರೆ ಏನು ಕೊಟ್ಟಿದ್ಯಾ? Ready? No. Leave him. Hey! നീ ഇതെങ്ങനെ ഡൽഹിയിൽ നിന്ന് കറക്റ്റ് സമയത്ത് ക്യാമറയെ തൂക്കി പിടിച്ച് അവിടെ എത്തി? അതാണ് ന്യൂസ് ഫോർ ന്യൂസ്. വന്നിറങ്ങിയ ഉടനെ ട്രിബ്യൂണിലേക്ക് ഫോൺ ചെയ്തു. അപ്പോഴറിയുന്നു ഹോട്ട് ന്യൂസ്. ഏട്ടൻ 2 കൊമ്പന്മാരെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. പിന്നെ പറന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് കണ്ടല്ലോ, മന്ത്രി, MLA, മറ്റവനും മറിച്ചവനും കൂടെ കയറി വന്ന് പോലീസിന്റെ മാനം കെടുത്തിട്ട് ഇറങ്ങി പോകുന്നത്.
അതെ, ഇതാണ് പോലീസ് ഉദ്യോഗം, ഓർമ്മിച്ചു. ആ പിന്നെ എന്തായി നിന്റെ IPS ഇന്റർവ്യൂ ബോർഡിനെ മലത്തടിച്ചോ? ആ ഒരുവിധം. അപ്പൊ സെലക്ഷൻ ഉറപ്പ് അല്ലേ? നീ ആ ബോട്ടിൽ എങ്ങനത്തെ? അനിയൻ IPS കിട്ടാൻ പോണെന്ന് പറഞ്ഞ് അയ്യോ. ഇപ്പോഴേ തുടങ്ങാൻ പോവാ. അത് വേണ്ട, ഇന്ന് ഇത്ര മതി. ഉമേ പ്ലീസ്. ന്യായമായൊരു ആവശ്യമല്ലേ എടുത്തി, ഒന്നുകൂടെ കൊടുത്തേക്കുന്നു. വേണ്ട, നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. സാറ് മര്യാദക്കിരുന്ന് കഴിച്ചാൽ മതി. ഡോൺ വറി വല്യേട്ടാ, ഈ ഫീമെയിൽ ഷോവനിസത്തിനെതിരെ നമുക്കൊന്ന് പൊരുതി നോക്കാം. താക്കോൽ എവിടെ വെച്ചെടുത്തി? എന്താ? അല്ല, കള്ളന്മാരെ മൂന്നും സൂക്ഷിക്കണം. കണ്ണ് തെറ്റിയാ മതി. താക്കോലും ഉണ്ടാവില്ല, ബോട്ടിലും ഉണ്ടാവില്ല. അത് അവിടുന്ന് ഒരു ചുണ്ടലി പാറ്റ. പാറ്റ പാറ്റ, ചുണ്ടലിയും പാറ്റയും. നല്ല ഒരു ചേട്ടനും അതിന് പറ്റിയ അനിയന്മാരും തികഞ്ഞ ഒരു അനിയത്തി. കൊള്ളാം കൊള്ളാം. അരി അധികം കൊടുക്കണ്ട കേട്ടോ. ഏയ് ജസ്റ്റ് വൺ, അത്രേ ഉള്ളൂ എടുത്തി. എവിടെ അവള്? താക്കോല് മോഷ്ടിച്ച കള്ളി. അതോ അവളെ ഇന്ന് ഞാൻ എന്നാടാ തനിക്കൊന്നാവാമല്ലേ? അയ്യോ അമ്പടാ. ഈ എടുത്ത് ചെവി പിടിച്ച് തിരുമ്മിയിട്ട്. ഹലോ, എടുക്കണം സാർ. നീ കണക്കെഴുതി വെച്ചോടി, ശമ്പളം കിട്ടിട്ട്. അപ്പൊ 5 പ്രാവശ്യം താക്കോല് മോഷ്ടിച്ചെന്ന കണക്കില് ബാലൻസ് 50. ഇന്നും കൂടെ കൂട്ടുമ്പോ 60. വലിയേട്ടാ, ദേ കണക്ക് പെരുകിക്കൊണ്ടിരിക്കുക. പലിശയും പൊടുവി കൈമലത്തരുത്. ഇങ്ങനെ പോയാലേ നിന്നെ കെട്ടിച്ചയക്കാനുള്ളത് മുഴുവൻ നീ തന്നെ സമ്പാദിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഏട്ടന്മാരുടെ ഭാരം കുറയട്ടെന്ന് വെച്ചിട്ടാ. അയ്യോ ചെല്ലട്ടെ, എടുത്ത് താഴെ വടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. താങ്ക് യു. അച്ഛൻ മരിച്ച ഒഴിവ് ഞാൻ സർവീസ് കയറുമ്പോ അവക്ക് വയസ്സ് 3, ഹരിക്ക് 6, നിനക്ക് 12. അമ്മയ്ക്ക് വലിയ മോഹമായിരുന്നു അച്ഛനോടൊപ്പം പോലീസ് യൂണിഫോമിൽ ആമക്കൾ 3 പേരും നടുക്കിങ്ങനെ തലയെടുത്ത് പിടിച്ച് അഭിമാനത്തോടെ അമ്മയെ നിൽക്കുന്നൊരു പടമെടുത്ത് ഇതുപോലെ ചുവരിൽ തൂക്കണമെന്ന്. ഇന്നിപ്പോ അമ്മയുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചേനെ, മക്കൾ ആരും ഒരു ജന്മത്തിലും പോലീസ് ആവരുതേ എന്ന്. വേണ്ട, ഇനി ഇരുന്നാല് വലിയേട്ടൻ വെറുതെ ഇമോഷണൽ ആകും. ഗുഡ് നൈറ്റ്. വല്യേട്ടൻ ഇന്ന് ശരിക്കും മറിയടാണല്ലോ. ആ ഗൗഡ ഇനി ഇന്നത്തെ ഗ്രഡ്ജ് വെച്ച് വല്യേട്ടനെ എന്തെങ്കിലും. ഏയ്, that's all part of his job here. Just don't bother.